നാട്ടുംപുറങ്ങളിലെന്നല്ല സിറ്റിയിലെയുമൊക്കെ കല്യാണങ്ങൾക്കുള്ള ഒരു പ്രത്യേക വിഭവം അല്ലെങ്കിൽ ഒരു ഇനമായി മാറിയിരിക്കുന്നു ബോംബെ മിഠായി എന്നറിയപ്പെടുന്ന പഞ്ചാര മിഠായി. മിക്കവാറും കല്യാണങ്ങളിൽ ഇതൊരു സ്ഥിരം സാന്നിധ്യമാണ്. ഒപ്പം നമ്മുടെ ഈ പോപ്കോണും. അപ്പോൾ അതുണ്ടാക്കുന്നത് നല്ല രസകരമാണ്. പിള്ളേരെ ആകർഷിക്കാൻ ഇത് വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിള്ളേർക്ക് ഇത് പറ്റിയ സാധനമാണ്. പക്ഷേ സംഗതി മധുരമാണ്, പഞ്ചസാരയാണ്. പഞ്ചസാര അതിലേക്ക് ഇങ്ങനെ ഒരു കപ്പിൽ ഇട്ടിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ വല പോലെയാവും. അപ്പോൾ അതിനൊരു സ്റ്റിക്കിലിങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ പഞ്ചാര മിഠായി അല്ലെങ്കിൽ ബോംബെ മിഠായി ആയി. ഈ പണ്ട് നമ്മൾ ഈ ഒരു 10-20 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, ഈ കളറൊക്കെ ഇത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇങ്ങനെ മണികിലേക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇത് കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു കാഴ്ച പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ അതൊക്കെ ഒരു വലിയ ഫാഷനായി. കല്യാണങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക, ഈ റിസപ്ഷനൊക്കെ ഇതൊരു താരമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് ഇതൊരു വലിയ എന്നാൽ അതൊരു സ്ഥിരം കാഴ്ചയായി. പക്ഷേ നല്ല കൗതുകമുള്ളൊരു കാഴ്ചയാണത്. അങ്ങനെ നമ്മുടെ പയ്യൻസ് ഇങ്ങനെ ഒരു സ്റ്റിക്കിൽ പഞ്ചസാരയുടെ ബോംബെ മിഠായി ഇങ്ങനെ കറക്കി എടുക്കുന്നു. അത് തീരുന്നു, വീണ്ടും അടുത്തൊരു സ്റ്റിക്ക് എടുക്കുന്നു, അതിലും ഇങ്ങനെ കറക്കി അതിനൊരു വലിയ രൂപമായിട്ട്. പക്ഷേ ഇത് ശരിക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള സാധനമാണ്. ഷുഗറുകാർക്ക് ഇച്ചിരി പ്രശ്നമുണ്ടെങ്കിലും അതൊരു നല്ല കൗതുകമാണ്. അങ്ങനെ അത് കറക്കി 2 കുഞ്ഞു വാവകളുണ്ടായിരുന്നു. ഒരു ചെറിയ വാവയും ഒരു വലിയ വാവയും. അവർക്കത് കിട്ടിയപ്പോൾ എന്ത് സന്തോഷമായെന്നറിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ? അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ലക്ക്.